സിംഗിൾ ഓണറിൽ ടാറ്റ നെക്സോൺ XM പെട്രോളാണ്. 4 വേരിയൻറ്റിൽ സെക്കൻഡ് വേരിയൻറ്റ്, സെക്കൻഡ് ഓപ്ഷനാണ്. അതെ, ഓക്കെ. 24 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ SX ഓപ്ഷണൽ വെന്യൂ ബ്ലാക്ക് കളർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ 2020 ലാസ്റ്റ് വണ്ടി. 20 XT പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഹർമാൻ്റെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വിധിയുടെ വിളയാട്ടത്തിൽ നമ്മൾ വീണ്ടും മെട്രോ കാസിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഗതം അനക് ബ്രോ. അനക് ബ്രോ ആണ് നമ്മുടെ കൂടെ. സ്വാഗതം. ഓക്കെ, നമ്മളെ ഈ മാങ്കാവ് ഭാഗത്ത്, നമ്മുടെ കോഴിക്കോട് മാങ്കാവ് ഭാഗത്താണ് ലൊക്കേഷൻ വരുന്നത് മെട്രോ കാസിൻ്റെ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത ഷോറൂം ഇതാണ്. അതിന് ശേഷമാണ് ബാക്കി എല്ലായിടത്തും പോയത് അല്ലേ? ഓക്കെ, അപ്പോൾ മെട്രോ കാസ് അന്ന് തൊട്ടുള്ള ബന്ധമാണ്. നിങ്ങൾ എന്നു മുതലാണ് മെട്രോ കാസ് കണ്ടു തുടങ്ങിയത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ കാണുന്ന എത്ര പേരുണ്ടോ അവർ മെട്രോ കാസ് വീഡിയോ എന്നുകൊണ്ടാണ് കണ്ടു തുടങ്ങിയത്? ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് മുതൽ കാണുന്ന എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതെ, അപ്പോൾ നിങ്ങൾ എന്ന് മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് മെട്രോ കാസ്, അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മെട്രോ കാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പോളോ ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഹൈലൈറ്റ്. ഇപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ? ഇപ്പോൾ എല്ലാം ഉണ്ട്. പോളോയും ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, നേരത്തെ കിടക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് പ്രൈസിങ് ഒന്ന് മാക്സിമം പൊട്ടിച്ച് തന്നെ കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് ഒരു ബെൽ ബട്ടൺ കൂടി ഞെക്കി പിടിച്ചാൽ നിങ്ങൾക്കൊരു നഷ്ടമില്ല, നമുക്കാണെങ്കിൽ ഒമ്പത് ലാഭമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ആദ്യം പോളോയിൽ തന്നെ തുടങ്ങാം. KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനം. അതെ, എന്തെങ്കിലും ഡീറ്റെയിൽ? 2021 മാനുഫാക്ചറിങ്ങിൽ പോളോ 1 ലിറ്റർ TSI കംഫർട്ട് ലൈൻ ഓട്ടോമാറ്റിക്, കംഫർട്ട് ലൈൻ പ്ലസ് ഓട്ടോമാറ്റിക്, മിഡിൽ ഓപ്ഷൻ്റെ തൊട്ട് മേലെ വരുന്നത്. 20 1 ലിറ്റർ ലോഞ്ച് ചെയ്ത മുതലാണ് 1 ലിറ്റർ ഓട്ടോമാറ്റിക് കംഫർട്ട് ലൈനിൽ ഓട്ടോമാറ്റിക് വന്നത്. പണ്ട് GT മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ടോപ്പ് എൻഡിൽ മാത്രം ഓട്ടോമാറ്റിക് ഉണ്ടായുള്ളൂ. ഇപ്പോൾ നമുക്ക് 21-22 ടൈമിൽ കംഫർട്ട് ലൈനിൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, ഹൈലൈൻ പ്ലസ്സിൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, പോളോ GT എന്ന് പറഞ്ഞിട്ട് പെർഫോമൻസ് കാർ ഉണ്ടായിരുന്നു. അത് മാറി DSG ഗിയർ ബോക്സ് പിന്നെ 1.5 ആവും. പോളോ 1 ലിറ്റർ തന്നെ. പോളോ ലാസ്റ്റ് വന്നത് അല്ലേ? ലാസ്റ്റ് വന്നത്, സോറി, 1 ലിറ്റർ തന്നെ. ടൈഗൂണിലാണ് മാറിയത്. ഇപ്പൊ സ്ഥിരമായിട്ട് ടൈഗൂണിലാണ് മാറിയത്. ടൈഗൂണ് തൊട്ട് ഇങ്ങോട്ടാണ് മാറിയത്. പോളോയില് അത് തന്നെയായിരുന്നു. DSG പിന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് പഴയ DSGക്ക് ഇപ്പോഴും മാർക്കറ്റ് അല്ലേ, പഴയ GTക്ക്. ഓക്കെ, ഓട്ടോ എത്ര പോയത്? ഈ വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 32,000 കിലോമീറ്റർ മാത്രമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 32,000 കിലോമീറ്റർ ഓടിയ പക്ക പ്രോപ്പർ ഷോറൂം സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. സർവീസ് ഇപ്പോൾ എല്ലാ ഷോറൂമിലും ഞാൻ ചോദിക്കുന്ന കാര്യമാണ്, ടോട്ടൽ ലോസ് ഉണ്ടോ? ഇല്ല, നമ്മൾ പണ്ട് മുതലേ ചെയ്യാറില്ല. നമ്മൾ ടോട്ടൽ ലോസ് മാത്രമല്ല, ഫ്ലഡ് ABC എന്ന് പറഞ്ഞിട്ട് 3 ലെവലുണ്ട്. നമ്മളിതിൽ ഒരു ലെവലിലേക്കും പോകാറില്ല. അതിപ്പോൾ കാണുന്നവർ പറയും അതിപ്പോൾ എല്ലാ അത് പറയാം. നമ്മൾ എൻ്റെ ഓർമ്മയിൽ നമ്മൾ 2021 ലാസ്റ്റ് മുതൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഉറപ്പ് കൊടുത്ത സംഭവമാണ്. ഞാനും ഏട്ടനും ഉറപ്പ് കൊടുത്ത കാര്യമാണ്. ടോട്ടൽ ലോസ് നമ്മൾ കൊടുക്കും, നമ്മുടെ എഗ്രിമെന്റിൽ ഉണ്ടാവും. പ്ലസ് ഒരു ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഒരു വണ്ടി ഒരു വാക്ക് പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ നോട്ടപ്പിഴവ് കൊണ്ടോ ഉണ്ടായാൽ പോലും കസ്റ്റമർക്ക് ടെൻഷൻ ഇല്ല. വണ്ടി റിട്ടേൺ കൊണ്ടുവരാം. ഫുൾ ഫണ്ട് റീഫണ്ടും പ്ലസ് 50,000 രൂപ റീഫണ്ടും നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള സംഭവം. ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, അതിനപ്പുറം പിന്നെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ 20 മോഡൽ കംഫർട്ട് ലൈൻ പ്ലസ് ഓട്ടോമാറ്റിക് പോളോ ആണ് 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. ലോ കിലോമീറ്റർ എത്രയാ ചോദ്യം? ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 8,65,000 രൂപയാണ്. 8,65,000. നമുക്ക് ഇവിടെ മാർക്കറ്റിൽ കാണുമ്പോൾ 9ൻ്റെ മുകളിലൊക്കെ കംഫർട്ട് ലൈൻ പ്ലസ് ഓട്ടോമാറ്റിക് തന്നെ ഉണ്ട്. 11 അടുപ്പിച്ചും 10.5-ഒക്കെയാണ് GTൻ്റെ റേറ്റ് വെക്കുന്നത്. അതൊക്കെ ഒരു 21 മാനുഫാക്ചറിങ് വണ്ടിയിൽ നമുക്ക് 8,65 ഒരു ബെസ്റ്റ് ബൈ ആണ്. അത് 32 ഓടി വണ്ടി. 21 മാനുഫാക്ചറിങ്. 21? അതെ, ഓക്കെ, 21 മാനുഫാക്ചറിങ് ആണ്. ഞാൻ 20 പറഞ്ഞു, സോറി. അപ്പോൾ 21-നാണ് ചോദിച്ചത്. പോളോൻ്റെ വില, ലിവേൻ്റെ വില രണ്ടും എന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് എന്ന് വെച്ചാൽ രണ്ടും നിർത്തിയുണ്ട്, അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുന്നവർ, ഇതിനെപ്പറ്റി അന്വേഷിച്ചിറങ്ങിയവരുണ്ടാവും. സിംഗിൾ ഉണ്ട്, ഫേസ് ലിഫ്റ്റ് ആയ പോളോ ഓട്ടോമാറ്റിക് നോക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. നമുക്ക് വണ്ടി എവിടെ വേണമെങ്കിൽ കൊണ്ട് ചെക്ക് ചെയ്യിക്കാം. നമ്മൾ പക്ക ഷോറൂം ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കി വെച്ചിട്ടുള്ളത്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു 7 സീറ്ററാണ്, മഹീന്ദ്ര സ്കോർപിയോ ക്ലാസിക് KL41 ആലുവ രജിസ്ട്രേഷൻ വണ്ടി.
എന്തെങ്കിലും ഡീറ്റെയിൽ? സ്കോർപിയോ ക്ലാസിക് ആണ്, 2022 മാനുഫാക്ചറിങ്. ഇതേ ഷേപ്പ് തന്നെ നമുക്ക് 2015 മുതൽ ഇങ്ങോട്ടുള്ളതുകൊണ്ട് മോഡൽ കറക്റ്റ് പറയണം. അപ്പോൾ 2022 മാനുഫാക്ചറിങ് BS6 വണ്ടിയാണ്. 2.2 മൈക്രോ ഹൈബ്രിഡ് വണ്ടി. ഏകദേശം നമുക്കൊരു 13-14 കിലോമീറ്റർ വരെ മൈലേജ് മൈക്രോ ഹൈബ്രിഡ് വരുന്നുണ്ട് മൈലേജ്. പിന്നെ കറക്റ്റ് 1,06,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ്. ഇപ്പം മേജർ സർവീസ് കഴിഞ്ഞു. അതിൽ ടൈമിംഗ് ബെൽറ്റ് മാറി, ടെർബോ, ക്ലച്ച് കാര്യങ്ങളെല്ലാം കമ്പനിയിൽ നിന്ന് ഷോറൂമിൽ നിന്ന് മഹീന്ദ്രേൻ്റെ ഷോറൂമിൽ നിന്ന് മാറിയിട്ട് വന്നാണ്. ഇതുവരെയുള്ള എല്ലാ സർവീസും ഫസ്റ്റ് കിലോമീറ്റർ ടു ഇതുവരെ എല്ലാം കമ്പനി സിംഗിൾ അല്ല ഷോറൂമിൻ്റെ പേരിലേക്ക് ഇപ്പോൾ ഓണർഷിപ്പ് പോകാനായിട്ട് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. അതെ, നിങ്ങളുടെ പേരിലേക്ക് ഇപ്പം. അതെ അതെ, യൂസ് ചെയ്ത ഒരാൾ തന്നെയാണ് ഫസ്റ്റ് ഓണർ. ഓക്കെ, ഒരു ക്ലെയിമില്ല അല്ല? ഇല്ല. ഓക്കെ, മാക്സിമം ലോണും കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം 15.5 ഓൺ റോഡ് വരുന്ന വണ്ടി. ഓപ്ഷൻ ഏതാ? ഇത് S5+ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. 3 വേരിയൻ്റ് വരുന്നത്, S3, S5+, S10. 3 വേരിയൻ്റ് വരുന്നുള്ളൂ ഇപ്പോൾ. അതിൽ S5+ ആണ് ഇത് വരുന്നത്. 9,60,000 രൂപയോളം IDV ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. എത്ര ചോദ്യം? ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്ന വില 9,35,000 രൂപ. അപ്പം മാക്സിമം ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് വേണ്ടി വന്നാൽ ഒരു 50,000 രൂപ മാക്സിമം വന്നാൽ. ഇവരെടുക്കുന്ന സമയത്ത് 15,28,000 രൂപയാണ് ഓൺ റോഡ് വില വന്നത്. നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു, ഇൻവോയ്സും കാര്യങ്ങളെല്ലാം കാണിച്ചതായിരുന്നു. ബാക്കി അല്ലാത്ത മറ്റ് എക്സ്പെൻസസോ കാര്യങ്ങളോ ഇല്ല. 4 പുത്തൻ ടയറാണ്, 4 പുത്തൻ ടയർ. ഇപ്പോൾ സർവീസും സ്റ്റെപ്പിനും പുതിയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡൽ സ്കോർപിയോ ലുക്ക് പണ്ടേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണല്ലേ, പഴയ സ്കോർപിയോ. ഗജഗംഭീര ലുക്കാണ്. അതെ, സ്കോർപിയോ, പഴയ സുമോ, ഇതൊക്കെ ഗില്ലി കാണുന്ന കാലം മുതലേ. അതെ, അതാണ്. അപ്പോൾ ഈ ലുക്കുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? അടുത്ത വണ്ടി, അടുത്ത പോളോണ് KL 52 രജിസ്ട്രേഷൻ. നിങ്ങളുടെ പോളോ നോക്കുന്നവർക്ക് അതിൻ്റെ കറക്റ്റ് മാർക്കറ്റ് മനസ്സിലാവും കേട്ടോ അല്ലേ? പോളോയിൽ അങ്ങനത്തെ ഒരു വിലയാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ ഇങ്ങനെ പഠിച്ചുകൊടുക്കുക. കോഴിക്കോട് ഒരു വില, മലപ്പുറത്തൊരു വില, ഓരോ വിലയാണ് ഓരോ സ്ഥലം. എറണാകുളത്തൊരു വില, കൊല്ലം ട്രിവാൻഡ്രം സിംഗിൾ വില. അല്ലെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വില ഉള്ളത് എറണാകുളത്താണ്. അവിടെ പിന്നെ അങ്ങനത്തെ കസ്റ്റമേഴ്സാണ്. പിന്നെ നിൽക്കുന്നത് കോഴിക്കോടും ട്രിവാൻഡ്രം കൊല്ലം ആ ഭാഗത്താണ്. ഓക്കെ, മൂന്നാമത് മലപ്പുറത്താണ് ഏറ്റവും കുറഞ്ഞ് കിട്ടുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ 1 ലിറ്റർ MPI വേരിയൻ്റ് ആണ്. മൈലേജ് സൈഡ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഉള്ളൊരു സാധനമാണ്. തീർച്ചയായും സൈലൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി. 59,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ ഇന്ന് വണ്ടി എടുത്തിട്ടുള്ളൂ. ഇതും നമ്മൾ നേരത്തെ കണ്ട ഓട്ടോമാറ്റിക് അല്ല, ഇന്ന് വന്നിട്ടുള്ളൂ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ 59,000 കിലോമീറ്റർ ഓടിയ ഫുള്ളി ഷോറൂം സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. നല്ല ടയർ ഭാഗം ഉണ്ട്. ഇൻഷുറൻസും ഏകദേശം 10 മാസം വരെ ഇൻഷുറൻസ് വരുന്നുണ്ട്. എത്ര ചോദ്യം? ഈ വണ്ടി കംഫർട്ട് ലൈൻ ആണ് വേരിയൻ്റ് വരുന്നത്, മിഡിൽ ഓപ്ഷൻ ആണ്. ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്ന 6,35,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക. 5.5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോണ്, ചിലപ്പോൾ 6 വരെ കിട്ടാം, കസ്റ്റമർ പ്രൊഫൈൽ പോലെ. മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. എന്തായാലും അലോയ്സ് ചെയ്തിട്ടില്ല അല്ലേ? എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക ഷോറൂം നീറ്റ് വണ്ടി. ഏകദേശം നമുക്ക് തൃശ്ശൂരായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ഓടിച്ചുകൊണ്ട സമയത്ത് ഏകദേശം 15-16 ഗ്യാരണ്ടി മൈലേജ് കിട്ടിയിട്ടുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ടാറ്റ വന്നു. ടാറ്റ വരുമ്പോൾ 5 സ്റ്റാർ ആണ് അല്ലേ? 5 സ്റ്റാർ കൂടെ ഉണ്ടാവില്ല എല്ലാ വണ്ടിക്കും, അങ്ങനെ കൊടുക്കണം അല്ലേ? സേഫ്റ്റിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. അതെ, KL 29 രജിസ്ട്രേഷൻ കായംകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ? സിംഗിൾ ഓണറിൽ ടാറ്റ നെക്സോൺ XM പെട്രോളാണ്. 4 വേരിയൻറ്റിൽ സെക്കൻഡ് വേരിയൻറ്റ്, സെക്കൻഡ് ഓപ്ഷനാണ്. അതെ, ഓക്കെ. ഇത് പറയുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഫുൾ ഓപ്ഷൻ വണ്ടിക്കാണ് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്നത്. അങ്ങനെയല്ല, ഇത് വേരിയൻറ്റ് വൈസ് അല്ല 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. വണ്ടീൻ്റെ ബോഡി സ്ട്രക്ചറൽ ഡാമേജ് ആണ് ഗ്ലോബൽ എൻകാപ്പിൽ നോക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ്. അതെ, അത് ഫ്രണ്ടിലെ 2 പാസഞ്ചേഴ്സ്, ബാക്കിലിരിക്കുന്ന കൊച്ച് കുട്ടിക്ക് വരെ, ചൈൽഡിന് വരെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് നോക്കി, പ്ലസ് ഫ്രണ്ടിൽ 2 ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും എന്തെങ്കിലും എത്രത്തോളം ഇമ്പാക്റ്റ് മേലിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അറിയാം. സൈഡിൽ ഇമ്പാക്റ്റ്, ബാക്കിൽ ഇമ്പാക്റ്റ്, എല്ലാ രീതിയിലുള്ള ഇമ്പാക്റ്റും പല സ്പീഡ് ലിമിറ്റിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഗ്ലോബൽ വീഡിയോ കൊടുത്താൽ കാണാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള വണ്ടികളൊക്കെ വിട്ടേക്ക്, ടാറ്റ ഇത്രയും നാൾ 2 എയർ ബാഗും വെച്ചിട്ടാണ് 5 സ്റ്റാർ നേടിയത്. അതെ അതെ അതെ, നിർബന്ധമാക്കിയതിനെ കൊണ്ട് 6 കൊടുക്കണമെന്നുള്ളൂ. പക്ഷെ 2 എയർ ബാഗ് വെച്ചിട്ടാണ് ടാറ്റ ഇത്രയും കാലം നേടിയത്. ഓക്കെ, ഓട്ടം
67,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 67,000. ഇത് ഏകദേശം ഒരു 95% ലോൺ കയറുന്ന വണ്ടിയാണ്, ഫുൾ ലോൺ പോലെ തന്നെ കയറുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓപ്ഷനാണ്, പക്ഷേ ഇതിൽ തന്നെ പവർ വിൻഡോസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും, മിറർ ഫോൾഡിങ് വരും, സ്റ്റീരിയോ ആർമാൻ്റെ സ്റ്റീരിയോ വരും, ടച്ച് സ്ക്രീൻ അല്ലാന്ന് മാത്രം. പുഷ് ബട്ടൺ ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല, ഡിഫോഗർ ഉണ്ടാവില്ല, വൈപ്പർ ഉണ്ടാവില്ല. ഓക്കെ, എത്ര ചോദ്യം? ഈ വണ്ടി നമ്മളോട് ചോദിക്കുന്ന 6,15,000 രൂപയാണ്. 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഒരു 5.25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 6 ലക്ഷം ഫൈനൽ റേറ്റ് ആണ്. 22 മോഡൽ XM 65,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 22 മോഡലാണ്. വേറെ ഒന്നും ചെയ്യാനല്ലോ അല്ലേ? ഇല്ലില്ല, പക്ക ഇങ്ങനെ തന്നെ കൊണ്ടുകൊടുക്കാം. ഓക്കെ, അടുത്തത് പഴയ ആ ചീറ്റപ്പുലി DSC ഗിയർ ബോക്സ് വരുന്ന പോളോ ആണ്. GT KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനം. അതെ, എങ്ങനെ ഡീറ്റെയിൽ? സെക്കൻഡ് ഓണർഷിപ്പിൽ 2019 മോഡൽ ഓക്കെ പോളോ GT DSI ആണ്. 1.2 DSC ഗിയർ ബോക്സിലുള്ള നമ്മുടെ എല്ലാ ടൈപ്പ് സാധനം ഉണ്ടാവും. ഒറിജിനൽ സാധനം. അതെ, ഒറിജിനൽ GT എന്നാണോ അതാണ് സാധനം. 1.2 19 മോഡല്. ഏത് ഓപ്ഷനല്ല, സോറി അതല്ല, കിലോമീറ്റർ 96,000 കിലോമീറ്റർ, ഫുള്ളി കമ്പനി സർവീസ്, ഒരു സർവീസും തെറ്റാതെ പോയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, 19. എത്ര ചോദ്യം? ഈ വണ്ടി നമ്മളിവിടെ നോർമൽ മാർക്കറ്റ് 9 മുകളിലേക്കാണ്. 2019-18 ഓട്ടം കുറഞ്ഞ വണ്ടിക്ക് മോഹം. ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 7,75,000 രൂപയാണ്. ഓക്കെ, 7,60,000 രൂപ വരെ വിലയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഫൈനൽ ഒരു 7ന്റെ മുകളിൽ 7 to 7.25 ഗ്യാരണ്ടി ലോണും വാങ്ങി കൊടുക്കാം. ഓക്കെ, ലോണ് ബാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, വണ്ടിക്ക് മാർക്കറ്റിൽ ആ വില ഉണ്ട്. അതെ, ഇല്ലാണ്ട് ബാങ്ക് കൊടുക്കൂല, വണ്ടിക്ക് ഒരിക്കലും കൊടുക്കില്ല. അപ്പോൾ 7ന്റെ മോഡൽ ലോണ് കിട്ടുന്നത് 7,60,000 ഫൈനൽ റേറ്റിൽ നിങ്ങൾക്ക് 2019 പോളോ GT കൊണ്ടുപോകാം. അടുത്ത ഒരു മൈക്ര ആക്റ്റീവാണ്. KL 11 രജിസ്ട്രേഷൻ വാഹനം. അതെ, അതെങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ? 2017 മോഡൽ, സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ ഓടിയ ആക്റ്റീവ് മൈക്ര XP പറഞ്ഞാൽ അതിലെ ഫുൾ ഓപ്ഷൻ. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, കമ്പനി സ്റ്റീരിയോ വരും, എയർ ബാഗ് വരും, 2 എയർ ബാഗ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പ് ചേഞ്ച് ഉണ്ടാവും. അതെ, ചെറിയ ഡിഫറൻസ് പഴയ മൈക്രായിട്ട്. അതാണ് ആക്റ്റീവിലൊക്കെ വരുമ്പോൾ മാറുന്നത്. എഞ്ചിനിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് 3 സിലിണ്ടർ 1.2 ആണ്, മറ്റേത് 1.2 4 സിലിണ്ടർ ആണ്. ഇത് ലേശം കൂടി മൈലേജ് സൈഡ് നോക്കുന്ന. ഓക്കെ, മാർക്കറ്റും മൈക്രോനേക്കാൾ കുറവല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? എന്തോ ക്ലെയിമും കാര്യമൊന്നും ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസാണ്. അവസാനത്തെ ഒരു 2 വർഷം 3 വർഷത്തോളമായിട്ട് അവർ നാട്ടിലാണ് ചെയ്യുന്നത്. നാട്ടിൽ മീൻസ് ചെലവൂരാണ് വീട്. അപ്പോൾ പിന്നെ അവർക്ക് പാവങ്ങാട് വരെ പോകാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നാട്ടിൽ ചെയ്യുന്നു, ഓടുന്നില്ല. ഓക്കെ, ബേസിക്കലി 60,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ബമ്പർ നമ്മൾ പെയിന്റ് ചെയ്തു. അതിന്റെ അടിഭാഗത്ത് ഫുൾ സ്ക്രാച്ച് ആയിരുന്നു. പിന്നെ ഫെൻഡറോട് ചേർന്നിട്ട് ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, അതും കൂടി ടച്ച് ചെയ്തു. ഓക്കെ, എത്ര ചോദ്യം ഇപ്പോൾ? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 2,95,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി. 16 വണ്ടിയാണ്, 295 ഫുൾ ഓപ്ഷൻ പുഷ്പട്ട അടക്കം വരുന്ന വാഹനം അല്ലേ? പുഷ്പട്ട ഇനി വരില്ല, പുഷ്പട്ട മൈക്രൊക്കെ വരും. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും. ഓക്കെ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ഫുൾ ഓൺ കയറും. ഇതിന് ഏകദേശം ഫുൾ ഓൺ കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. 2.5 to 2.60 ഗ്യാരണ്ടി ഉണ്ട്. അതിന്റെ മുകളിലേക്കുള്ള ചാൻസ് ഉണ്ട് അല്ലേ? താല്പര്യം എന്തായാലും വിളിച്ചോ. അടുത്തതാ ഹ്യുണ്ടൈ വെന്യൂ, ബ്ലാക്ക് കളർ വെന്യൂ ആണ്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ. എന്തെങ്കിലും ഡീറ്റെയിൽ? സിംഗിൾ ഓണർഷിപ്പിൽ വെന്യൂ SX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് DCT ആണ്. 1 ലിറ്റർ ടർബോ. 1 ലിറ്റർ ടർബോയിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. മോഡൽ 2024 മാനുഫാക്ചറിങ്, 24 ഡിസംബർ മാനുഫാക്ചറിങ്, 25 4 മാസമാണ് ഡെലിവറി. കഴിഞ്ഞ വർഷം ഇറങ്ങിയാണ്. അപ്പോൾ 28 വരെ വാറണ്ടിയിലായിരിക്കും അല്ലേ? 28 വരെ വാറണ്ടി. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഷോറൂം സർവീസാണ്. 0 ക്ലെയിം വണ്ടി. 5,000 10,000 സർവീസ് കഴിഞ്ഞു. ഇനി 20,000 സർവീസാണുള്ളത്. ഓക്കെ, നിലവിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസിലാണ് നിൽക്കുന്നത്. നമ്മൾ ഫുൾ കവറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഭാഗത്തേക്ക് ചിലവില്ല. ടയറിലേക്കൊന്നും പിന്നെ ചിന്തിക്കുക വേണ്ട. മാക്സിമം ഫണ്ടിങ് കിട്ടും. 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 10 to 10.5 വരെ ഗ്യാരണ്ടി ലോൺ. നമ്മളിവിടെ ചോദിക്കുന്നത് 11,65,000 രൂപയാണ്. നിയർലി 11 കയറാൻ ചാൻസ് ഉണ്ട്. ഞാൻ 10 പറഞ്ഞെന്നുള്ളൂ. 1165 24 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ SX ഓപ്ഷണൽ വെന്യൂ ബ്ലാക്ക് കളർ വണ്ടി. 1 ലിറ്റർ എഞ്ചിനാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1 ലിറ്റർ ടെർബോ എന്ന് പറയുമ്പോൾ ഒരു 11-14 വരെയൊക്കെ മൈലേജ് കിട്ടും. നമ്മളിപ്പോൾ ഇപ്പം നിലവിൽ കൊണ്ടുപോകുന്ന സമയത്ത് 14.7 കാണിച്ചിട്ടുണ്ട്. അത് ഒരു സിറ്റി പോലത്തെ റൈഡാണ്. വലിയ കാലം ഓടിക്കാതെ ഓടിക്കുമ്പോൾ പക്കാ കോഴിക്കോട് സിറ്റി അല്ലെങ്കിൽ എറണാകുളം സിറ്റി പോലത്തെ സിറ്റീസിലൊക്കെ കൊണ്ടുനടക്കുകയാണെങ്കിൽ 9, 10, 11 അതാണ് അതിൻ്റെ ആക്ച്വൽ മൈലേജ്. അല്ലാത്ത സിറ്റുവേഷനിൽ 4th 5th ഗിയറിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 14-15
14-16 ഗ്യാരണ്ടി എന്നല്ലേ. അടുത്തത് ഒരു അടിപൊളി ഹോണ്ട ജാസ് KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. അതെ, ജാസിന്റെ ലാസ്റ്റ് ഷേപ്പ് അല്ലേ? ലാസ്റ്റ് ഷേപ്പ്. പിന്നെ ജാസ് നിർത്തി. ജാസിനൊക്കെ വീണ്ടും ഇറക്കാല്ലേ ശരിക്കും? ഇറക്കിയാ അവർക്ക് നല്ലത്, നല്ല കച്ചവടം ഉണ്ടാവും. ഇപ്പൊ 2 വണ്ടി പോലെ പിടിച്ചിരിക്കുന്നു അല്ലേ? പിടിച്ചു നിൽക്കണമെന്നില്ല. എലിവേറ്റ് പൊട്ടി. അമേസ് പിന്നെ ഇറങ്ങുന്നുണ്ട്. അമേസ് CNG വരുന്നതിനെ കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ടാക്സി ഇറങ്ങുന്നുണ്ട്. കസ്റ്റമർ പിന്നെ ഇറക്കുന്ന കുറവാണ്. സിറ്റിക്ക് മൈലേജ് കുറവായതുകൊണ്ട് പ്രശ്നമല്ലേ? സിറ്റിക്ക് ഇപ്പോഴും ആ പഴയ ഒരു ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ആ ഒരു കാറ്റഗറി ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതും ഡീസലും ഇല്ല. ഡീസൽ ഉണ്ടെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക്. അവർക്ക് ആ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ആ CVT ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓക്കെ, അതേ CVT ഉള്ള ഒരു വണ്ടിയാണ് നമ്മളത്. ഓട്ടോമാറ്റിക് അല്ലേ? അതേ CVT ഗിയർ ബോക്സിൽ വരുന്ന ജാസാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ലാസ്റ്റ് ഫേസ് ലിഫ്റ്റ് ആയ വേരിയന്റ് ZX വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ്, ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ് വരുന്ന എന്താണ്. അവർ ഡീക്രോം ചെയ്ത് നമുക്കിത് ശരിക്കും വരുന്ന ക്രോമാണ് വരുന്നത്. അവർ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലോഗോ, ബാക്ക് ലോഗോ എല്ലോ. സെക്കൻഡ് ഓണർഷിപ്പിൽ 40,000 കിലോമീറ്ററിന് ചോടേ വണ്ടി ഓടിയിട്ടുള്ളൂ. 4 ടയേഴ്സും പുതിയ യോക്കോഹാമൻ്റെ ടയേഴ്സാണ്, സെറ്റായിട്ട് മാറിയതാണ്. അതേപോലെ തന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്കാ ഷോറൂം മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളി നീറ്റായിട്ട് നല്ല സ്മൂത്തിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. അതായത് ഒന്നും ടെൻഷൻ വേണ്ട അല്ലേ? ഒന്നും വേണ്ട, ഒരു ടെൻഷൻ വേണ്ട. കൂളായിട്ട് തട്ടി കൊടുക്കുക, വണ്ടി ഓടിക്കുക. പെട്രോൾ അടിക്കുക. ഇനിയിപ്പോ പാഡൽ ഷിഫ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ട്. നാവിഗേഷൻ വരുന്ന സ്റ്റീരിയോ ആണ്. ഒന്നും കൊണ്ടായിട്ട് എക്സ്ട്രാ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അങ്ങനെ ഒന്നും ചെയ്യണ്ട. എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ എല്ലാത്തിലും വരുന്നുണ്ട് വണ്ടി. പിന്നെ ഒരു നല്ല സ്റ്റാൻഡ്സ് ആണ് വണ്ടിന്, നല്ല ക്വാളിറ്റി ലുക്കായിട്ടുള്ള വണ്ടി. തീർച്ചയായും ഒരു പ്രീമിയം ഫീൽ കിട്ടും. അതെ, നല്ല സ്പേഷ്യസും ആണ്. ബാക്കെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ലോങ് യാത്രക്കൊക്കെ പറ്റിയ അടിപൊളി വണ്ടി. നല്ല റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. എത്ര ചോദ്യമുണ്ട്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 790 21 മോഡൽ ZX CVT ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ, കിലോമീറ്റർ പറഞ്ഞു നമ്മൾ? കിലോമീറ്റർ പറഞ്ഞു 40 ചോടെ. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറും ഈ വണ്ടിക്ക്? നമുക്ക് ഏകദേശം 7 മുതൽ 7.25 വരെ ലോണിന് ചാൻസ് ഉണ്ട്. 7 ലക്ഷം രൂപ എന്തായാലും വാങ്ങിക്കൊടുക്കാം. ചാൻസ് ഉണ്ടല്ല. ഓക്കെ, അടുത്ത വണ്ടി സ്കോർപിയോ ക്ലാസിക് വേണ്ടാത്തവർക്ക് ഓൾ ന്യൂ സ്കോർപിയോ. അതെ അല്ലേ? ബിഗ് ഡാഡി. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ എടുപ്പാണ് വണ്ടി. ഭയങ്കര ഫോർച്യൂണറായിട്ട് 700 ഹൈറ്റും ഉണ്ട്, നല്ല ഒരു ആനച്ചന്തള്ള വണ്ടിയാണ്. തീർച്ചയായും 700 ടോപ്പ് മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ കുറവാണ്. അതെ, പക്ഷെ എങ്കിൽ തന്നെ ഭയങ്കര കാഴ്ച ഭയങ്കര അപാര എടുപ്പാണ്. ഓക്കെ, KL 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ സ്കോർപിയോ N ബിഗ് ഡാഡിയാണ്. Z8L എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതിൽ മാനുവൽ 22 മാനുവൽ വണ്ടിയാണ്. 71,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഫുള്ളി പ്രോപ്പർ സർവീസ്. ടയർസ് ഇപ്പോൾ മാറിയതാ? ഫ്രണ്ട് 2 ടയർ പുതിയത് മാറിയതാ JK-ൽ. ബാക്ക് 2 ടയർ മാറിയിട്ട് കുറച്ചായി. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സസ്പെൻഷനിൽ സ്റ്റെബിലൈസർ പ്രോ എന്ന് പറഞ്ഞിട്ടൊരു കുഷ്യൻ വരുന്നുണ്ടല്ലോ, അത് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് വലിയ സംഭവമല്ല, എന്നാലും പറഞ്ഞെന്നുള്ളൂ. കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ചെയ്തതാണ്. പിന്നെ സൈഡ് സ്റ്റെപ്സ് കസ്റ്റമർ ആഡ് ഓൺ ചെയ്തതാണ്. ബാക്കി എല്ലാം പ്രോപ്പർ ഈ കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആകെ ആഡ് ഓൺ എന്നുള്ള ഈ 2 സാധനമാണ്. അതെ, അതാണ് സ്റ്റെബിലൈസർ പ്രോന്റെ ഒരു ബുഷ് ചെയ്തിട്ടുണ്ടല്ലേ. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു മാറ്റമൊക്കെ ശരിക്കും ഫീൽ ചെയ്യും. ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട്. വലിയ സംഭവമല്ല, പക്ഷേ കുഴികളിലൊക്കെ ഇങ്ങനെ കിടക്കണടായെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ആ ഒരു സൗണ്ട് കുറച്ച് കുറയും. ഞാൻ കുറേ ആയിപ്പോൾ യൂസ് ചെയ്യുന്നു. ആണ്. അപ്പോൾ എത്ര ഇനി ചോദിക്കുന്നത്? പുതിയ വണ്ടിക്ക് എത്ര ഉണ്ടാവും? ഈ വണ്ടി ഓൺ റോഡ് 26,38,000 രൂപയാണ് ഓൺ റോഡ് വില. Z8L-ന്. ഇത് വരുന്നത് നമ്മൾ ചോദിക്കുന്നത് 17.5 ലക്ഷം രൂപ. 17,50,000 രൂപയ്ക്ക് 2022 10 ലക്ഷം രൂപയുടെ മുകളിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 71,000 ആടിയത്. 70,000 വരെ സർവീസ്, ഫുള്ളി പക്ക പ്രോപ്പർ സർവീസാണ്. ഇനി 80,000 സർവീസ് ചെയ്താൽ മതി. ഇനി 9,000 കിലോമീറ്റർ നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ട് ഓടിക്കാം അല്ലേ? ഇല്ലെങ്കിൽ 1 വർഷം. അങ്ങനെയാണ്. 1 വർഷം വെച്ചാൽ ഇപ്പോൾ ചെയ്ത റീസെൻ്റ് ആണോ? ഒരു 3-4 മാസത്തോളം. 4 മാസം. അപ്പോൾ ഇനി ഒരു 6 മാസം അല്ല 8 മാസം കഴിഞ്ഞ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് മാക്സിമം ലോൺ കിട്ടും അവർക്ക്? ഈ വണ്ടിക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടും. അടുത്ത വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗ്രില്ലാണ് ആസ്റ്ററിൻ്റെ ഈ ഗ്രില്ല്. അതെ അല്ലേ? അടിപൊളി ഒരു ലുക്കാണ്. KL 52 MG ആസ്റ്റർ. എങ്ങനെ ഡീറ്റെയിൽ ചെയ്ത്? MG ആസ്റ്ററിൽ ZS CVT ഏറ്റവും ടോപ്പണിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. റെഡ് എഡിഷൻ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്.
അതായത് ആസ്റ്ററിൽ സാവിയിൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് റെഡ് എഡിഷൻ എന്ന് പറയുന്നത്. അത് ഇന്റീരിയറിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു മിക്സ് ആയിട്ടുള്ള ഇന്റീരിയർ വരുന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത. പിന്നെ ഫാൻസി നമ്പറോട് കൂടി വരുന്ന വണ്ടിയാണ്. 42,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ, ഇൻക്ലൂഡിങ് അഡാസ് ലെവൽ 1. നമ്മുടെ നേരത്തെ കണ്ട വെന്യൂലും അഡാസ് ലെവൽ 1 ആയിരുന്നു, അത് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. അതേപോലെ തന്നെ ആസ്റ്ററിൽ ലെവൽ 1 അഡാസ് വരുന്നുണ്ട്. ഒരു ക്ലെയിം ഒന്നുമില്ല. ഇല്ലില്ല, ഇത് കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. ടയേഴ്സ് എല്ലാം പുതിയതാണ്, ഇൻഷുറൻസ് ഫുൾ കവർ ഉണ്ട്. 42,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് MG Astra. ഇതിന് പൊതുവെ എങ്ങനെ മൈലേജ് ഉണ്ട്? മൈലേജ് അതെ 9-10 ആയിട്ടാണ് നമുക്ക് ആവറേജ് മൈലേജ്. പക്ക ഹൈവേ ഒക്കെ ആണെങ്കിൽ ഒരു 6 ലൈൻ ഹൈവേ ഒക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 13 വരെ, 12 to 13. 1.4 ആണ്, 1.3 ആണ് എഞ്ചിന് വരിക. 1.3 ടെർബോ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ടെർബോ ഓട്ടോമാറ്റിക് കുറച്ച് പവർഫുൾ എഞ്ചിൻ തന്നെയാണ്. പവർഫുൾ ആണ്. ഇത് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ക്രെറ്റയൊക്കെ ആയിട്ടാണ് കോമ്പറ്റീഷൻ വരുന്നത്. നമുക്ക് ഹെക്ടർ ഒക്കെ ആണെന്നാണെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള വണ്ടികളായിട്ടാണ്. അതെ, ഹാരിയർ, ജീപ്പ് കോമ്പസ് ആ ഭാഗത്തേക്ക്. അപ്പോൾ എത്രയാ ഫൈനൽ റേറ്റ്? ഫൈനലാണ് ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 10,90 ആണ്. നമുക്ക് സംസാരിച്ച് നല്ലൊരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരു 10 ലക്ഷം വരെയൊക്കെ ലോൺ കയറും? 10-10.25 വരെ ഗ്യാരണ്ടി കയറും, ചാൻസ് ഉണ്ട് അല്ലേ? അടുത്തത് ആ മൈലേജും കംഫർട്ടും ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് അല്ലേ? അതെ, ലക്ഷറി ഫീച്ചേഴ്സ്, എല്ലാ ഫീച്ചേഴ്സും. KL 11 രജിസ്ട്രേഷൻ വരുന്ന കിയയുടെ സെൽട്ടോസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി അല്ലേ? ആദ്യം തന്നെ മൈലേജ് പറഞ്ഞു കൊടുക്കാം. എത്ര കിട്ടും? ഒരു 14-17 വരെ കിട്ടുമോ? 13-14 ആയിട്ട് പക്ക പ്രോപ്പർ സിറ്റിൻ്റെ ഉള്ളിൽ കിട്ടും. 1-2-3 ഗിയറിൻ്റെ ഉള്ളിൽ ഓടുന്നതാണെങ്കിൽ 13-14 അതിൽ കൂടൂല. ഓക്കെ, ഹൈവേ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി 17-18 കിട്ടും. ഗ്യാരണ്ടി കിട്ടും, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റയാണ് വണ്ടിക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ക്രെറ്റേനേക്കാൾ ഇതിന് കിട്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും കൂടുതൽ തന്നെയാണ്, കുറയൂല. അപ്പോൾ ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2023 8 മാസം വണ്ടിയാണ്. 26 8 മാസം വരെ നിലവിൽ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. 53,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡീസൽ ഓട്ടോമാറ്റിക് HTX പ്ലസ് വേരിയന്റ്. HTX പ്ലസ് ടോപ്പിന്റെ GTXന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് HTX പ്ലസ്. ഫുള്ള് ഹിസ്റ്ററി എല്ലാം ഉണ്ട് അല്ലേ? പ്രോപ്പർ ഫുൾ ഷോറൂം സർവീസ്. DKH കിയൽ, കോഴിക്കോട് DKH കിയലാണ് സർവീസ് എല്ലാം. ഇപ്പം സർവീസ് ആയിട്ടുണ്ട്. സർവീസിന് നാളെ പോവും. നാളത്തേക്ക് ബുക്കിംഗ് കിട്ടിയ അപ്പോൾ സർവീസും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഈ വണ്ടി നമ്മളിവിടെ ചോദിക്കുന്നത് 15,90 ആണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. അതിൽ മാക്സിമം ലോണും കിട്ടും. 14 to 14.5 ലോൺ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയില്ലേ? MGയുടെ ചെറുതല്ല വലുതുണ്ട് അല്ലേ? ഹെക്ടറാണ്. KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷൻ വാഹനം. അതെ, എന്തെങ്കിലും ഡീറ്റെയിൽ? 2023 8 മാസം വണ്ടി. ഓക്കെ, 2028 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി. കമ്പനി വാറണ്ടി. 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. MG ഹെക്ടർ ടോപ്പ് എൻഡ് സാവി പ്രോ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിൽ CVT ആണോ വരുന്നത്? ഇതിൽ CVT ഉണ്ട്, DCT ഉണ്ട്. DCT തൊട്ട് താഴെയുള്ള വേരിയന്റിലാണ് വരുന്നത്, ഷാർപ്പിലാണ് വരുന്നത്. ഇത് CVT വരും. CVT അല്ല, ഫുൾ ഓപ്ഷനാണ്. സാവി പ്രോ ഏറ്റവും ടോപ്പ് എൻഡ് 23 മോഡൽ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് ലെവൽ 2 അഡാസ് ഉണ്ടോ? അഡാസ് വരുന്നുണ്ട്. ലെവൽ 2 തന്നെ. ഓക്കെ, ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ടയേഴ്സ് ഇപ്പം മാറിയതാ? അല്ല, 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പം സർവീസും കഴിഞ്ഞു. അതായത് കിലോമീറ്റർ വൈസ് ഉള്ളതല്ല, ഇയർലി ഉള്ള സർവീസ് പെൻഡിങ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്തു. ഓക്കെ, MG ഇത്രയും മൂവ് ചെയ്യുന്നുണ്ട്. അതും എന്താ പറയുക, പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ് കൂടുതൽ പോകുന്നത് അല്ലേ? ഡീസൽ ഒന്നാമത് കസ്റ്റമേഴ്സ്, പുറത്തുള്ള കസ്റ്റമേഴ്സിന് യൂസേജ് പരിചയമുള്ള കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ, 2 ലിറ്റർ എഞ്ചിനാണ്. എന്നാൽ അത്യാവശ്യം നല്ല സേഫ്റ്റി, നല്ല ലെഗ് റൂമും. 2 ലിറ്റർ വരുന്നത് പെട്രോൾ. അതെ, അപ്പം നല്ല ഡിക്കി സ്പേസും ഉണ്ട്. അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ ഓപ്പണിംഗ് ബൂട്ട്, പാനോറമിക് സൺറൂഫ്, ഇപ്പോൾ ഫുള്ളി ഇന്റർനെറ്റ് ഇൻസൈഡ് ആണ് വണ്ടി. അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ 23 വന്നിട്ടുണ്ട്, 22 വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ? പിന്നെ 18 ഇഞ്ചാണ് അലോയ്സ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലിയറൻസ്, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് വണ്ടി. എത്ര ചോദ്യം? എത്ര? ഈ വണ്ടി ഓൺ റോഡ് വില 27 ലക്ഷം രൂപയാണ്. നമ്മളവിടെ ചോദിക്കുന്ന വില 15,90,000 രൂപ. 15,90. അതെ, നല്ല റേറ്റിൽ ഡിഫറൻസിലാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ഇവിടെ ഈ ഏരിയയിലുള്ള ഏത് മാർക്കറ്റിലുള്ള ചോദ്യത്തിനെക്കാട്ടും മിനിമം ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് നമ്മളെ വണ്ടിക്കുണ്ട്. വരുത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 23 മോഡൽ MG ഹെക്ടർ ഏറ്റവും ടോപ്പ് ഉണ്ട് സാവി പ്രോ. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. CVT ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, മാക്സിമം ലോണും കയറും. 16,50,000 രൂപ വരെ ഗ്യാരണ്ടി കയറും. അതിൻ്റെ മുകളിലേക്കുള്ളത് കസ്റ്റമർ പ്രൊഫൈൽ പോലെ ഫുൾ ലോൺ. അതിൻ്റെ മുകളിലേക്ക് എന്തിനാ വെറുതെ ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ.
അടുത്ത വണ്ടിയില്ല, നമ്മൾ നിർത്താൻ പോവാണ് അല്ലേ? അടുത്ത വണ്ടി സ്റ്റോക്കില്ല, സ്റ്റോക്ക് ഉണ്ട് പക്ഷേ കുറെ സോൾഡ് ആയതുണ്ട്, അങ്ങനെ ഇങ്ങനെ നിൽക്കാണ് അല്ലേ? അപ്പോൾ മെട്രോ കാസ്റ്റിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, എല്ലാവരോടും സ്നേഹം മാത്രം പരക്കട്ടെ. സ്നേഹം പരക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.